അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ. പ്രിയ സുഹൃത്തുക്കളെ, നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളൊക്കെ നിറവേറാനുള്ളവരുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും അമല് ചെയ്തിട്ട് പടച്ച റബ്ബിനോട് നമ്മൾ ദുആ ചെയ്ത് കഴിഞ്ഞാൽ പടച്ച റബ്ബ് നമ്മുടെ ദുആ എളുപ്പത്തിൽ സ്വീകരിക്കുകയും ചെയ്യും. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട പടച്ച റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ തുറന്നു കാണിക്കുന്ന ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഇതിൽ പറയും പോലെ തന്നെ നിങ്ങൾ ചൊല്ലുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്താൽ ഉറപ്പായിട്ടും പടച്ച റബ്ബ് നിങ്ങളുടെ ദുആ തട്ടിക്കളയുകയില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആയത്ത് കുർസിനെ കൊണ്ട് ആഗ്രഹം പൂവണിയാനുള്ള ഒരു അത്ഭുത മാർഗമാണ് പരിചയപ്പെടുത്തി തരുന്നത്. ആയത്ത് കുർസിയുടെ മഹത്വങ്ങൾ എണ്ണിയാൽ തീരൂല. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രതയുള്ളതും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ തുറന്നു കാണിക്കുന്നതുമായ ആയത്തുൽ കുർസിയുടെ മഹത്വം പറഞ്ഞും എഴുതിയും അവസാനിപ്പിക്കാൻ കഴിയാത്തതാണ്. അള്ളാഹു കുർസിനെ 7 ആകാശങ്ങളെ വലയം ചെയ്യുന്ന രൂപത്തിലാണ് സൃഷ്ടിച്ചത്. 7 ആകാശങ്ങൾ കുർസിയിലേക്ക് ചേർത്ത് നോക്കിയാൽ മരുഭൂമിയിൽ എറിയപ്പെട്ട മോതിരം പോലെയാണ്. കുർസിയുടെ വലത് ഭാഗത്ത് 10,000 കസേരകളും ഇടതുഭാഗത്ത് 10,000 കസേരകളും അള്ളാഹു സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന മലക്കുകളും ഇരുത്തിയിട്ടുണ്ട്. അവർ ഓതിക്കൊണ്ടിരിക്കുന്ന ആയത്തുൽ കുർസിയുടെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആയത്തുൽ കുർസി പതിവാക്കുന്നവരുടെ ഏടുകളിൽ എഴുതി വെക്കുന്നതാണ്. ഇതുകൊണ്ടാണ് ആയത്തുൽ കുർസി എന്ന് പേര് വെച്ചത്. അബീ ഗദ്ദാർ റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ആയത്തുൽ കുർസിയും സൂറത്തുൽ ബഖറയിലെ അവസാനവും പ്രയാസഘട്ടത്തിൽ ഓതുകയാണെങ്കിൽ അള്ളാഹു അവനെ സഹായിക്കുന്നതാണ്. അല്ലാമ ബൂനി റളിയല്ലാഹു അൻഹ പറയുന്നു, ആരെങ്കിലും ആയത്തുൽ കുർസിയുടെ ഫർളുകളുടെ എണ്ണത്തിനനുസരിച്ച് പാരായണം ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ്. നിങ്ങൾ ഓതേണ്ട ഫർളുകളുടെ എണ്ണമാണ് 170 പ്രാവശ്യം. അവൻ്റെ ദുഃഖം അകലുന്നതാണ്, അവൻ്റെ പ്രയാസം തീരുന്നതാണ്, അവൻ്റെ ഉപജീവന വഴികൾ വിശാലമാക്കുന്നതാണ്, മറ്റു അനുഗ്രഹങ്ങൾ നിറവേറ്റുന്നതുമാണ്. 170 പ്രാവശ്യം നിങ്ങൾ ആയത്തുൽ കുർസി നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നിയത്ത് വെച്ചിട്ട് പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്ത ശേഷം നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ട് 170 പ്രാവശ്യം ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പടച്ച റബ്ബ് നിങ്ങളുടെ ദുആ എളുപ്പം സ്വീകരിക്കും. നമ്മയൊക്കെ പടച്ച റബ്ബ് കാത്ത് സംരക്ഷിക്കട്ടെ, ആരോഗ്യവും ആഫിയത്തുമുള്ള ദീർഘായുസ് തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ജീവിതത്തിൽ നല്ല നല്ല അറിവുകൾ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതിൽ കാണുന്ന അറിവുകൾ ജീവിതത്തിൽ പ്രയോഗിക്കുക.